പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റ്, പ്രൊവിഷണൽ സെക്കൻഡ് അലോട്ട്മെന്റ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഒന്നാം ഘട്ട താൽക്കാലിക അലോട്ട്മെന്റ് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റാണ് രണ്ടിനെയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കീവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ, കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ അലോട്ട്മെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ഐറ്റം കാണാനായിട്ട് പറ്റും. ആ ഒരു മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും എത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബിഫാം, അതുപോലെ തന്നെ ആർക്കിടെക്ചറിന്റെ ഒക്കെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗിന്റെ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് കിട്ടിയത്, ഏത് കോളേജിലാണ്, അതുപോലെ തന്നെ ഏത് കോഴ്സിനാണ് കിട്ടിയത്, സീറ്റിന്റെ ടൈപ്പ് ഏതാണെന്നൊക്കെ കാണാനായിട്ട് പറ്റും. ഇത് താൽക്കാലിക അലോട്ട്മെന്റ് ലിസ്റ്റ് ആണ്. ഒറിജിനൽ അലോട്ട്മെന്റ് ലിസ്റ്റ് വരുമ്പോൾ, അതായത് സെക്കൻഡ് ഫേസിന്റെ ഫൈനൽ അലോട്ട്മെന്റ് ലിസ്റ്റ് വരുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള വ്യതിയാനങ്ങൾ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ 17-ാം തീയതി വൈകുന്നേരം 6 മണി വരെ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അലോട്ട്മെന്റ് ലിസ്റ്റ്, പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി ഒരു ലിസ്റ്റിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ID വഴി ആ ഒരു പരാതി ഉന്നയിക്കാവുന്നതാണ്. അതായത് ceek.info.ce@kerala.gov.in എന്ന മെയിൽ ID മുഖാന്തരം നിങ്ങൾക്ക് ഈ വരുന്ന 20/8/2024 ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിലായിട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഈ ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർ, അതായത് പ്രൊവിഷണൽ അല്ല, ഫൈനൽ ആയിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് നിങ്ങൾ കോളേജുകളിൽ നേരിട്ട് ഹാജരായിട്ട് പ്രവേശനം നേടേണ്ടതാണ്. അതായത് കോളേജിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പോകേണ്ട സമയം ആഗതമായിട്ടുണ്ട്. അപ്പം ഈ ഒരു രണ്ടാം ഘട്ട അലോട്ട്മെന്റ് കോളേജുകളിൽ ഹാജരാകുന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ സിയുടെ ഈ ഒരു സൈറ്റിൽ തന്നെ പിന്നീട് വിജ്ഞാപനം നടത്തുന്നതായിരിക്കും. പക്ഷേ ഇവിടെ അവർ ഓൾറെഡി ഇവിടെ ഒരു PDF അവർ തന്നിട്ടുണ്ട്. ഈ ഒരു PDFന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് കീം 2024 ജോയിനിങ് ഡേറ്റ് ആണ്. അതായത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളുടെ ജോയിനിങ് ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അഡ്മിഷൻ എടുക്കാനുള്ളവരുടെ ഡേറ്റ് അവർ കൊടുത്തേക്കുന്നത് ഈ വരുന്ന 21-ാം തീയതിയാണ്. 21-ാം തീയതിക്കും അതുപോലെ തന്നെ 24-ാം തീയതിക്കും ഇടയ്ക്ക് വൈകുന്നേരം 3 മണി വരെ, ഈ രണ്ടിലും, അതായത് 21/8/2024 മുതൽ 24/8/2024 വൈകുന്നേരം 3 മണിക്കുള്ളിലായിട്ട് ആർക്കിടെക്ചർ ആ ഒരു അഡ്മിഷൻ എടുക്കണം. ഇനി ബിഫാമുകാരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 21-ാം തീയതിക്കും അതുപോലെ തന്നെ 27-ാം തീയതിക്കും ഇടയ്ക്ക് വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. പിന്നീട് പലതരത്തിലുള്ള BTech കോഴ്സുകളുടെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ കോഴ്സിനും ഏത് ടൈമിലാണ്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ കോളേജിൽ എത്തേണ്ടതെന്നും അഡ്മിഷൻ എടുക്കേണ്ടതെന്നും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ കോളേജുകളും ചിലപ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും ആൾക്കാരെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കോളേജ് വെബ്സൈറ്റിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയും വെരിഫൈ ചെയ്തതിന് ശേഷം കോളേജിൽ നേരിട്ട് ഹാജരാകുക. ഫൈനൽ അലോട്ട്മെന്റ് ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഫൈനൽ അലോട്ട്മെന്റ് ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് us. ബൈ.